ഹലോ ഞാൻ ഈയിടെ വായിച്ച പുസ്തകങ്ങളിലൊന്നാണ് പ്രശസ്ത നടിയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ലെന കുമാറിൻ്റെ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ആത്മകഥ എന്ന പുസ്തകം. ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലും പിന്നെ കുറച്ച് മടിയും എൻ്റെ വായനാശീലത്തെ കാര്യമായി ബാധിച്ചു പോയെന്ന് വേവലാതിപ്പെട്ടിരിക്കുമ്പോഴാണ് ലെനയുടെ ഈ പുസ്തകത്തെപ്പറ്റി കുറേ ഇൻ്റർവ്യൂകളൊക്കെ എൻ്റെ ശ്രദ്ധ വരുന്നത്. എന്നാൽ എങ്കിലൊരു പുസ്തകം വായിച്ചു കളയാമെന്ന് വിചാരിച്ച് DC ബുക്സിലെത്തിയപ്പോഴോ മലയാളം കോപ്പികൾ തീർന്നത്ര. എൻ്റെ ആവശ്യപ്രകാരം 16th എഡിഷൻ്റെ ഒരു കോപ്പി അവർ സംഘടിപ്പിച്ച് തരികയും ചെയ്തു. പുസ്തകത്തിൻ്റെ പുറന്താളുകൾ മുതൽ സത്യം പറയാൻ ഒരു കൗതുകം നിറഞ്ഞിരുന്നു. പേരിലും പുറംചിട്ടയിലാകട്ടെ എന്തോ രഹസ്യം ഒളിഞ്ഞിരിക്കുന്ന മാതിരി തോന്നിയിരുന്നു. കണ്ണാടിയിൽ തൻ്റെ പ്രതിഫലനത്തെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ലെനയുടെ ചിത്രമാണ് പുറംചട്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 157 പേജുള്ള ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് P. പ്രകാശാണ്. ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നതാവട്ടെ ശ്രീ മോഹൻലാലും. ഈ പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ലെന എന്ന ഗ്രന്ഥകാരി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കടന്നുപോയ ചില നല്ലതല്ലാത്ത അനുഭവങ്ങളും അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി അവർ തിരഞ്ഞെടുത്ത ചില രീതികളുമാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യങ്ങളെ കീഴടക്കാൻ അവർ തിരഞ്ഞെടുത്ത ചില രീതികൾ ഏറ്റെടുക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെ തനിക്കുണ്ടായ ധ്യാനാത്മകമായ അവസ്ഥയെപ്പറ്റി ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അവിചാരിതമായി മാജിക് മഷ്റൂം കഴിച്ചതും അതേ തുടർന്ന് അവരൊരു ധ്യാനാത്മകമായ അവസ്ഥയിലേക്ക് വഴുതി വീണതും പിന്നീട് ധാരാളം ചോദ്യങ്ങളിലേക്ക് നയിച്ചതും ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരം അവർ കണ്ടെത്തിയ രീതിയുമാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ഇതൊരു തികച്ചും വ്യക്തിപരമായ ഒരു അനുഭവം തന്നെയാണെന്നാണ് ഈ പുസ്തകം വായിച്ചത് കൂടി എനിക്ക് മനസ്സിലായത്. അതായത് മനുഷ്യൻ്റെ പരിമിതമായ വിശ്വാസങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട് സെൽഫ് റിയലൈസേഷനിൽ നിന്ന് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ലെവലിലേക്ക് വളരുവാൻ ഈ പുസ്തകം പ്രേരിപ്പിക്കുന്നതാണ്. പുറംചട്ടയിലെ ചിത്രം പോലെ തന്നെ തന്നിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചൂണ്ടുപലക കൂടിയാണ് ഈ പുസ്തകം. അദ്വൈത വേദാന്തത്തിൻ്റെ പരമ പ്രധാന തത്വമായ അഹം ബ്രഹ്മാസ്മി എന്ന കാഴ്ചപ്പാടിലൂടെ എന്നിലെ ഞാൻ ദൈവമാണെന്നും അങ്ങനെയാണെങ്കിൽ എല്ലാ ശരീരങ്ങളിലും ഉള്ളുന്നത് ഞാനെന്ന ദൈവമാണെന്നും അടിവരയിട്ടുകൊണ്ട് സ്വന്തം ജീവിതാനുഭവത്തെ വരച്ചു കാട്ടിയിരിക്കുകയാണ് ശ്രീമതി ലെന. ആധ്യാത്മികത ഇഷ്ടപ്പെടുന്നവർക്കും സ്വതന്ത്ര ചിന്തക്കാർക്കുമൊക്കെ ഈ പുസ്തകം ഒരു വഴിവിളക്കായി തീരുമാനകത്ത് ഒരു തർക്കമില്ല കേട്ടോ. ഈ പുസ്തകം സത്യം പറയാമല്ലോ എൻ്റെ നഷ്ടപ്പെട്ട വായനാശീലത്തെ പൊടി തട്ടി മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും മറ്റൊരു പുസ്തകമായി വീണ്ടും കാണാം.